जब राम मंदिर का फैसला आया, राम मंदिर बनना शुरू हुआ, उसके बाद राहुल गांधी जी ने अपने नजदीकी लोगों की एक बैठक में अमेरिका के रहने वाले अपने एक शुभचिंतक के कहने पर, इशारे पर, सलाह पर यह बात कही थी कि अगर हमारी सरकार बनती है तो हम सुपर पावर कमीशन बना करके राम मंदिर के फैसले को पलट देंगे। उन्होंने ये भी कहा था जिस तरह शाहबानो का फैसला राजीव गांधी जी ने पलटा था, 3 तलाक के मुद्दे को लेकर के शाहबानो का फैसला, सुप्रीम कोर्ट का जो फैसला था उसको बदल दिया गया था। तो जब शाहबानो का फैसला बदला जा सकता है तो राम मंदिर का फैसला क्यों नहीं बदला जा सकता है? നമസ്തേ. 32 വർഷക്കാലത്തോളം കോൺഗ്രസിൽ പ്രവർത്തിച്ച ശേഷം രാംലല്ല വിഷയത്തിൽ പാർട്ടിയെ വിമർശിച്ചതിന് പുറത്താക്കപ്പെട്ട ആചാര്യ പ്രമോദ് കൃഷ്ണമിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാമജന്മഭൂമി പ്രശ്നത്തിലെ സുപ്രീം കോടതി വിധി അട്ടിമറിക്കുമെന്നും ഇതിനായി ഒരു സൂപ്പർ കമ്മീഷനെ നിയോഗിക്കുമെന്നും രാഹുൽ അടുത്ത അനുയായികളുടെ യോഗത്തിൽ പ്രഖ്യാപിച്ചതായാണ് ആചാര്യയുടെ വെളിപ്പെടുത്തൽ. അമേരിക്കയിലുള്ള ഒരു വ്യക്തിയുടെ ഉപദേശാനുസരണമാണ് രാഹുലിൻ്റെ പരാമർശമെന്നും ആചാര്യ വെളിപ്പെടുത്തുന്നു. കോടതി വിധി അട്ടിമറിക്കുമെന്ന് പറഞ്ഞാൽ അമ്പലം പൊളിക്കുമെന്നല്ലേ രാഹുൽ ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസിൻ്റെ വിശിഷ്യ രാഹുലിൻ്റെ ഹിന്ദു വിരുദ്ധ നിലപാടല്ലേ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്? ജനഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. BJP വക്താവ് യുവരാജ് ഗോകുൽ, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ ഉപാധ്യക്ഷ ശ്രീമതി നുസ്രത് ജഹാൻ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് VR അനൂപ് എന്നിവ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ യുവരാജിൽ നിന്ന് ഈ സംവാദം ആരംഭിക്കുകയാണ്. യുവരാജ്, ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഹിന്ദു വിരുദ്ധ നിലപാട്, കോൺഗ്രസിൻ്റെ വിശിഷ്യ രാഹുലിൻ്റെ നിലപാട്, അതല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രം എന്ന് പറയുന്നത്, ഇപ്പോൾ പണ്ട് കുരിശ് കണ്ട ചെകുത്താൻ എന്നൊരു പ്രയോഗമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ രാമനെ കണ്ട കോൺഗ്രസ് എന്ന് മാറ്റി ആ പ്രയോഗം നമുക്ക് പറയേണ്ടി വരും എന്നാണ് തോന്നുന്നത്. രാമനെ കണ്ട രാഹുൽ എന്ന് ആ പ്രയോഗത്തിനെ നമുക്ക് മാറ്റി വിളിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം ഈ കോൺഗ്രസ് നേതാക്കൾ വളരെ തുടർച്ചയായിട്ട് ഇപ്പോൾ രാമജന്മഭൂമിയിൽ അവിടെ രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങിൽ ഉൾപ്പെടെ എന്തൊക്കെ തരത്തിലാണ് ആ സമയത്ത് അവിടെ പോകുന്ന ആൾക്കാർക്ക് ബാന് കൽപ്പിച്ചത്, അവരെ അധിക്ഷേപിച്ചത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ആരെങ്കിലുമൊക്കെ അവിടേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പോയി കഴിഞ്ഞാൽ അവരെ അധിക്ഷേപിക്കുന്നത് എല്ലാം നമ്മൾ കണ്ടത് തന്നെയാണ്. കോൺഗ്രസിന് അങ്ങനെയുള്ളൊരു ചരിത്രവുമുണ്ട്. ഇപ്പോൾ ആചാര്യ പ്രമോദ് ബാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം, ഷാബാനോ കേസ് ഇതുപോലെ തന്നെ കോടതി വിധി വന്നതാണ്. ആ കോടതി വിധി വന്നു കഴിയുമ്പോൾ ആ വിധിയെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ഒരു നിയമം പാർലമെൻറ്റിനകത്ത് പാസ്സാക്കുന്നു. കോൺഗ്രസ് ആവർത്തിച്ച് കാലങ്ങളായിട്ട് പറയുന്നൊരു കാര്യമാണ്, രാഷ്ട്രീയവും മതവും രണ്ടായിട്ട് പോകണം, രാഷ്ട്രീയത്തിൽ മതം ഇടപെടരുത് എന്നുള്ള കാര്യം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതം ഇടപെട്ടത് എവിടെയാണ് ആദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇടപെട്ടിരിക്കുന്നത് ഷാബാനോ കേസിലാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു മതത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മതത്തിലെ ഒരു വിഭാഗം ആൾക്കാരെന്നേ പറയാൻ കഴിയുള്ളൂ. കാരണം ആ മതത്തിലെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടല്ല, ആ മതത്തിലെ സ്ത്രീകൾ കോൺഗ്രസിനൊപ്പം ആയിരുന്നില്ല. ആ മതത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിരുന്ന സുപ്രീം കോടതിയുടെ നിലപാടായിരുന്നു, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിയായിരുന്നു ആ മതത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ ആ മതത്തിലെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ ആ മതത്തിലെ മതപണ്ഡിതർക്ക് വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് ഇടപെടുകയും മതത്തിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് ഇടപെടുത്തിക്കുകയും ചെയ്തത് ഷാബാനോ കേസിലാണ്. അപ്പോൾ കോൺഗ്രസ് മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുള്ള കാര്യം അവർ ആ കേസിൽ തെളിയിച്ചത് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് രാമജന്മഭൂമി വിഷയത്തിലേക്കും വരുന്നത്. രാമജന്മഭൂമി വിധി ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് അട്ടിമറിക്കുവാൻ പോലും അവർ എന്തും ചെയ്യുമെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇത്തരത്തിലൊരു വിധി കോൺഗ്രസ് ആണ് ഇരുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നീതി നടപ്പിലാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല.
അവർക്ക് സാധ്യമാകുന്ന എല്ലാ തലത്തിലും അവർ ഇടപെടും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഇപ്പോൾ ആ കാര്യം തന്നെയാണ് ഇദ്ദേഹത്തിലൂടെ നമ്മളിപ്പോൾ പുറത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതും. ആചാര്യ പ്രമോദ്ജി അദ്ദേഹത്തിലൂടെ പുറത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇന്നിപ്പോൾ രണ്ടുപേർ ഇതേപോലുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ട് രാജിവെക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരു പെൺകുട്ടി, അവരുടെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, ഖേര, അവർ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഞാൻ ക്ഷേത്രത്തിൽ പോയതിൻ്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് നടപടികൾ നേരിടേണ്ടി വരുന്നു, അവരിൽ നിന്ന് അധിക്ഷേപം നേരിടേണ്ടി വരുന്നു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കോൺഗ്രസിലെ നേതാക്കൾ, ഇപ്പോൾ പത്മജ വേണുഗോപാൽ നമ്മുടെ കേരളത്തിലെ തന്നെ മുതിർന്ന മുഖ്യമന്ത്രിയാകുന്ന ശ്രീ കെ കരുണാകരൻ്റെ മകളാണ്. അവർ തന്നെ പറയുന്നുണ്ട് ഒരു ചന്ദനക്കുറി തൊട്ടിട്ട് ഒരിടത്ത് പോകാൻ കഴിയുന്ന സാഹചര്യമല്ല, പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് പ്രശ്നമാണെന്ന്. അപ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് മുതൽ സോണിയാഗാന്ധിയുടെ ഓഫീസ് മുതൽ ഇങ്ങനെ താഴെ വരെ ഇങ്ങനൊരു സംസ്കാരം കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒന്നൊന്നായിട്ട് ആൾക്കാരത് പുറത്തു വന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. യെസ്, ഞാൻ നുസ്രത് ജഹാനിലേക്ക് പോവുകയാണ്. ശ്രീമതി നുസ്രത്, പ്രസ്താവനയെ എങ്ങനെ നോക്കി കാണുന്നു? ഓക്കെ, രാമജന്മഭൂമി അട്ടിമറിക്കുന്നു പറയണ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാമജന്മഭൂമി എന്ന് പറഞ്ഞാൽ ഇന്നോ ഇന്നലെ ഉണ്ടായതില്ല. 45 വർഷമായിട്ട് കേസ് നടക്കുന്നത് സുപ്രീം കോടതിയിലെ സ്ട്രോങ് ആയിട്ട് കേസ് നടക്കുന്നുള്ളു. പക്ഷെ 500 വർഷങ്ങളായിട്ട് അയോധ്യയിലെ ജനങ്ങള്, ഈ രാഷ്ട്രത്തിലെ, ഭാരതം എന്ന രാഷ്ട്രത്തിലെ ജനങ്ങൾ കാത്തിരിക്കണം. ഇവൻ നേപ്പാളും അഖണ്ഡ ഭാരതത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നതിന്റെ തെളിവാണ് നമ്മൾ രാംലല്ല പ്രാണപ്രതിഷ്ഠക്ക് കണ്ടത്. അപ്പൊ ആ കാലം തൊട്ട് അവിടുത്തെ ജനങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചു. ജനറേഷൻ ടു ജനറേഷൻ അത് വരിക. കാരണം അയോധ്യയില് രാംലല്ല ഉദ്ഘാടനത്തിന്റെ ദിവസം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാന്. അപ്പൊ ഞാൻ അതിന്റെ തലേ ദിവസവും അതിലൊക്കെ കാണുമ്പോ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. അത് കാരണം ഞാൻ പലതവണ ഞാൻ ഇപ്പവും പറയണത്, കാരണം ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്നുണ്ടായതൊന്നുമല്ല. ബാബറിന്റെ കാലത്ത് ഈ ഒരു ക്ഷേത്രം തകർന്നു പോയ അയോധ്യയില് അതിനെ തിരിച്ചു സ്ഥാപിക്കാൻ വേണ്ടി ധർമ്മത്തിന്റെ പ്രതീകമായ രാമനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ രാഷ്ട്രത്തിലെ മുഴുവൻ ജനങ്ങളുടെയും നോമ്പും ശ്രമവുമാണ് അയോധ്യ രാംലല്ല. അല്ലാതെ അത് മോദിനെയും BJPനെയും തകർക്കാനായിട്ട് രാഹുൽ ഗാന്ധി യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും അറിയില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം മാത്രമായിട്ട് അതിനെ കാണണ്ടുള്ളൂ. നമ്മൾ ആ ജസ്റ്റ് ഫണ്ണായിട്ട് കാണേണ്ട ആവശ്യമുള്ളൂ. സീരിയസ് ആയിട്ട് പോലും അയാൾ ആ വാക്കിനെ നമ്മൾ കാണാൻ കഴിയില്ല. കാരണം അയാൾക്ക് ഒരിക്കലും അട്ടിമറിക്കാൻ കഴിയും. എന്ത് അട്ടിമറിക്കാന്? ഷാബാനു കേസൊക്കെ അന്നത്തെ സ്ത്രീകളെ അടിച്ചമർത്തുക എന്നുള്ള ഒരു കാര്യത്തിൽ അയാൾക്ക് അട്ടിമറിക്കാൻ അയാൾ അച്ഛന് സാധിച്ചെങ്കിൽ ഇത് അയാൾ അപ്പൂപ്പ വിചാരിച്ചിട്ട് പോലും നടക്കാത്ത കാര്യമാണ്. അതിന്റെ മുമ്പേ ഇവിടെ ഉണ്ടായ കാര്യം. ഈ 500 വർഷമായിട്ട് ജനങ്ങൾ അനുഷ്ഠിച്ചോണ്ട് പോരുന്ന വ്രതങ്ങൾക്ക് 35 വർഷമായിട്ട് പാകം ചെയ്ത ഭക്ഷണങ്ങൾ ഭക്ഷിക്കാതെ വെറും പഴവർഗ്ഗങ്ങളും ജ്യൂസും മാത്രം 35 വർഷമായിട്ട് അനുഷ്ഠിച്ച സന്യാസിമാരെ ഞാൻ അയോധ്യയിൽ കണ്ടു. അപ്പൊ അവരൊക്കെ ഈ രാമലല്ല വന്ന ദിവസം, രാമൻ ധർമ്മം പുനഃസ്ഥാപിച്ച ദിവസം മാത്രമേ ഇനി അവർ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് വ്രതം എടുത്ത കൂട്ടരായിരുന്നു. ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും, ഭാരതത്തുനിന്ന് മാത്രമല്ല പുറത്തുനിന്നും സന്യാസിമാരും സൂഫികളും വരെ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ധർമ്മത്തെയാണ് ഇയാൾ ഇല്ലാതാക്കുന്നു പറയുന്നത്. അട്ടിമറി എന്ന് പറയുമ്പോ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ശക്തി ഹോ ലഡായി ഹോ ഒക്കെയാ പറയുന്ന ആ ഒരു ശക്തി പറയണ, ഭാരതത്തിന്റെ ശക്തി പറഞ്ഞ ഭാരതാമയ സ്ത്രീ. അപ്പൊ ഭാരത സംസ്കാരം എന്തെന്ന് അറിയാത്ത ഒരു ഇറ്റാലിയൻ എന്താ പറയാ ആ ഒരു ജീന്ന് വന്ന ഒരാൾക്ക് ഇത്രയൊക്കെ ഭാരതത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ മനസ്സിലായിട്ടില്ലാത്തോണ്ടാണ് അദ്ദേഹം ഭാരതത്തിനെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഭാരതം BJP ജയിച്ച നരേന്ദ്രമോദി BJP ജയിച്ചു കഴിഞ്ഞാൽ ഭാരതം കത്തും. വൈ? എന്തിന് BJP ജയിച്ചു കഴിഞ്ഞാൽ ഭാരതം കത്തുന്നത്? അപ്പൊ ദാറ്റ് മീൻസ് ഹി ഈസ് ഗോയിങ് ടു ഡു സംതിങ്. ഹിസ് പീപ്പിൾ ഇസ് ഗോയിങ് ടു ഡു സംതിങ്. ടെററിസം എന്ന് പറഞ്ഞ ഒരു സാധനം കത്തുക. സ്വന്തം രാഷ്ട്രത്തെ കത്തി ചാമ്പലാവുന്ന കാണും. അല്ലെങ്കിൽ ആ ശക്തിയെ ഇല്ലാതാക്കും. ശക്തിയെ ഇല്ലാതാക്കും എന്ന് പറയാൻ ഭാരതത്തിന്റെ സ്ത്രീ ശക്തിയെ ഇല്ലാതാക്കുന്ന മോദിജി അതിന് പറഞ്ഞപ്പോ എല്ലാരും കളിയാക്കി ചിരിച്ചു. പക്ഷെ ഇല്ല, ഭാരതാമ്മ എന്നുള്ള ഒരു ആശയം വെച്ചാണ് ഭാരതത്തിലെ ജനങ്ങൾ ജീവിച്ചതും. ഭാരതം എന്ന് പറഞ്ഞ അഖണ്ഡ ഭാരതവും. നമ്മളപ്പോ ഭാരതത്തിന്റെ ഈ ഒരു ചടങ്ങിന് ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് ആൾക്കാർ എത്തുന്നൊന്നും ഇവര് പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയും പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ രാമനെ പറ്റി അറിഞ്ഞിട്ട് പോലും ഇല്ലാത്തതുകൊണ്ടാണ്
ഈ ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കുന്ന ഇല്ലാതാക്കുന്നുള്ളത് രാഹുൽ ഗാന്ധി പറഞ്ഞതും. ഇനിയിപ്പോ ഇവിടെ വന്ന് രാമനെ കാണാനും ഒക്കെ പോവാൻ രാഹുൽ ഗാന്ധി തയ്യാറാവുന്നുണ്ട്. കാരണം വയനാട്ടിലെത്തുമ്പോ അയാള് പച്ചക്കൊടി മാറ്റി ലീഗ് ചത്ത കുതിരയാണ് ലീഗ് എന്ന് പറഞ്ഞ നെഹ്റുവിന്റെ പേരക്കുട്ടി മുസ്ലിങ്ങളെ വോട്ടിന് വേണ്ടി വയനാട്ടിൽ വന്നു. എന്നിട്ട് എന്റെ കൂടെ ഐക്യമുള്ള ഒരു പാർട്ടിയുടെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ പറ്റാത്ത ആളാണോ ഇന്ത്യക്ക് പ്രധാനമന്ത്രിയായിട്ട് ഇവരൊക്കെ കാണുന്നത്? എന്റെ കൂടെയുള്ള പാർട്ടിയാണ്, അവരെ പാർട്ടിയുടെ കളറാണ് പച്ചാന്ന് ഉറക്കെ വിളിച്ചു പറയാൻ എന്താ ധൈര്യമില്ലാത്ത? അത് പാകിസ്ഥാന്റെ കൊടിയല്ല. ബിക്കോസ് ഈ സ്കേർഡ് ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാനിലാണല്ലോ അയാൾക്ക് അനുമോദനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പോ നമ്മൾ അതും കാണുന്നുണ്ട്. അപ്പൊ ടോട്ടലി നമ്മൾ കാണുന്ന ഒരു ഭീകരത സൃഷ്ടിക്കുക ജനങ്ങളുടെ ഇടയിൽ. രാമൻ ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതാണ്, അതും ബാക്കിയുള്ള മുസ്ലിങ്ങൾക്കെതിരാണ് ബാബർ എന്നുള്ള ചരിത്രം. ഈ ലോകത്ത് ഇപ്പൊ ഈ ഇന്ത്യയിൽ വന്ന ബാബർ പോയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണും. ഇവര് പറയും പള്ളിപ്പറമ്പിൽ രാമൻ. രാമന്റെ സ്ഥലത്ത് ഹനുമാൻഗഡിയുടെയും ദശരഥ പാലസിന്റെയും നടുക്ക് കിടക്കുന്ന രാമക്ഷേത്രത്തിൽ മാത്രം എങ്ങനെ ഒരു ബാബർക്ക് മസ്ജിദ് ഉണ്ടാക്കാൻ കഴിഞ്ഞു? അയോധ്യ പോയി കണ്ടവരോട് ചോദിക്കുന്നു എങ്ങനെയാ അതിന്റെ നടുക്ക് ഇത്രയും ദശരഥ രാം മഹൽ, ജാനകി മഹൽ അതൊക്കെ ഉണ്ട്, ഹനുമാൻഗഡി ഉണ്ട്. അതിന്റെ നടുക്കാണ് ഈ രാമക്ഷേത്രം വരുന്നത്. ഈ സ്ഥലത്ത് ഇത്രയും ചെറിയൊരു സ്ഥലത്ത് അതിന്റെ മേലെ തന്നെ ആധിപത്യം സൃഷ്ടിക്കാന്നുള്ളതാണ്. അല്ലാതെ അത് മതമല്ല. ഞാൻ എന്നുള്ള രാജാവ് എന്നുള്ളത് എത്രത്തോളം ഇവിടെ അടിച്ചമർത്താൻ പറ്റൂ ഭാരതത്തിലെ ജനങ്ങളെ ആലോചിച്ചും ബാബർ വെച്ച ഒരു പള്ളി മാറ്റി. ഇവിടുത്തെ സംസ്കാരമാണ് വലുത്. ഭാരതത്തിന്റെ സംസ്കാരം, നമ്മൾ ലോകത്തിന്റെ ഏറ്റവും ധർമ്മം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രമാണ് ഭാരതം. വെളിച്ചം തകരണം ഭാരതം എന്നുള്ള ആ രാജ്യത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവര് ശ്രമിക്കാൻ വേണ്ടി ഇവര് അതുപോലെ കൂട്ടുപിടിച്ചു. അപ്പൊ ഇവർക്ക് അതൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇത് ഇല്ലാതാക്കി അട്ടിമറിച്ചു. സ്ത്രീകളെ ഇപ്പൊ അട്ടിമറിച്ചു. ഷാബാനു കേസ് പോലെ അട്ടിമറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ നരേന്ദ്രമോദി അത് തിരിച്ചു കൊണ്ടുവന്നില്ലേ? നരേന്ദ്രമോദി എന്നുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് രാമക്ഷേത്രം ഇപ്പൊ സാക്ഷാത്കരിക്കപ്പെട്ടത്. അത്ര ശക്തിയോടെ എടുക്കുക. അല്ലെങ്കിൽ ഇവരുടെ ഈ ലഡായി തന്നെയാണ് നടക്കാൻ പോകുന്നുണ്ടായേ. ഇവരെ അട്ടിമറിക്കും. നരസിംഹറാവു വരെ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തത് എങ്ങനെയെങ്കിലും വരട്ടെ വിചാരിച്ചിട്ടാണ്. അദ്ദേഹം വന്ന് അവരെ കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പല്ലേ രാമക്ഷേത്രത്തിന്റെ ഈ പ്രശ്നങ്ങൾ അദ്വാനി വരെ അതിൽ വന്ന് ചിത്രം വെച്ചത്. അതിനുശേഷമുള്ള ഭാരതത്തിനെയും ഇതും മാത്രമേ ഈ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ്സുകാർക്കും അറിയുള്ളൂ. ഇതിന്റെയൊക്കെ മുമ്പേ ആയിരങ്ങൾ വർഷങ്ങൾ മുമ്പുള്ള രാമന് ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു തമാശ ഉണ്ടായി. അപ്പൊ ഞാനൊരു ശ്ലോകം പഠിച്ച് ചെല്ലിയപ്പനോട് വെച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്ത മന്ത്രാണ്. രാമൻ എന്നുള്ള ഒരു വ്യക്തിത്വത്തിനെ, രാമൻ എന്നുള്ള ധർമ്മത്തിനെ അപ്പൊ ശിവനാണോ രാമനാണോ ആദ്യം ഉണ്ടായത് ചോദിച്ച് എന്നെ കളിയാക്കി. അപ്പൊ ആ ഒരു ഇതില് പറയുന്നുണ്ട് രാം രാം രാമേത്തി രമേ രാമേ മനോരമേ സഹസ്രനാം തത്തുല്യം രാം രാം വരാനനെ. ഈ വാക്യങ്ങള് പാർവതിക്ക് ജപിക്കാൻ ഏറ്റവും വലിയ മന്ത്രം എന്താണ് ജപിക്കാൻ വേണ്ടി ശിവൻ പറഞ്ഞു കൊടുത്ത ഈ മന്ത്രാണെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും കളിയാക്കും. പക്ഷെ വേദങ്ങൾ എടുത്ത് പരിശോധിച്ചാല് നിങ്ങൾക്ക് കാണാം ഇത് ഇന്നലെ ഇന്നും 500 വർഷം ബാബർ പള്ളി പൊളിച്ചുണ്ടാക്കുമ്പോ ഒന്നും ഉണ്ടായ രാമനല്ല. വാട്ട് ഇസ് ആർഷ ഭാരത സംസ്കാരം? എന്താണ് അഖണ്ഡ ഭാരതം? ഈ അഖണ്ഡ ഭാരതത്തിനെ തിരിച്ചു പിടിക്കുമെന്ന് നിങ്ങള് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞേക്ക്. ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ടെൽ ടു രാഹുൽ ഗാന്ധി. ഇതല്ല ഇന്ത്യ. ദിസ് ഇസ് നോട്ട് നിങ്ങൾ വെട്ടിമുറിച്ച കീറിയ പാഞ്ചാലദേശവും ഗാന്ധാരദേശവും ഒന്നും വെട്ടിമുറിച്ച ഇന്ത്യയല്ല, അഖണ്ഡ ഭാരതമാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യമെന്നാണ് ഐ വോണ്ട് ടു ടെൽ രാഹുൽ ഗാന്ധി അറ്റ് ദിസ് ടൈം. അഡ്വക്കേറ്റ് അനൂപ, കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാമജന്മഭൂമി പ്രശ്നത്തിലെ സുപ്രീം കോടതി വിധി അട്ടിമറിക്കും. ഇതിനായി ഒരു സൂപ്പർ കമ്മീഷനെ നിയോഗിക്കും. ഞാൻ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവന, ഭൂരിപക്ഷ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവന മാത്രമല്ല, സുപ്രീം കോടതിയെ അധിക്ഷേപിക്കുന്നത് പോലെയായില്ലേ അദ്ദേഹത്തിന്റെ പരാമർശം? ഇപ്പോൾ ആരാണിത് പറഞ്ഞിട്ടുള്ളത്? ആചാര്യ പ്രമോദ് എന്ന് പറയുന്ന ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി. അദ്ദേഹം എന്തിനാണ് പുറത്താക്കപ്പെട്ടത്? നരേന്ദ്രമോദിക്ക് അനുകൂലമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട വ്യക്തിയോട് നടത്തിയ പ്രസ്താവനയാണ് കോൺഗ്രസിന്റെ ഒരു ആധികാരിക നിലപാടായി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. കോൺഗ്രസിന്റെ നിലപാട് പറയേണ്ടത് കോൺഗ്രസ് പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ പറഞ്ഞ ഒരു പ്രസ്താവനയുടെ പേരിലല്ല. പക്ഷെ ഈ പ്രസ്താവന ചർച്ചയാക്കുമ്പോൾ സംഘപരിവാർ ഉദ്ദേശിക്കുന്നത് എന്താ?
താങ്കൾ തന്നെ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയായി എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഞങ്ങളെ സംബന്ധിച്ച് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ഹിന്ദുക്കളുടെ ഉൾപ്പെടെ ഒരു ജനവിഭാഗത്തിനും കോൺഗ്രസ് എതിരല്ല. പക്ഷെ അതേസമയം BJP അതിന്റെ പ്രവർത്തനം കൊണ്ട്, അതിന്റെ ആശയം കൊണ്ട് ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള പാർട്ടിയാണ്. അത് ഞങ്ങൾക്ക് പറയാതിരിക്കാനാവില്ല. ഏറ്റവും അവസാനം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ അദ്ദേഹം ആദ്യഘട്ടങ്ങളിൽ വികസനത്തിന്റെ ആളായൊക്കെ സ്വയം അടയാളപ്പെടുത്തിയിരുന്നാൽ അത്ര നാളും അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായി അദ്ദേഹം തന്നെ നേരിട്ട് വിദ്വേഷ പ്രസ്താവനകൾ പറയുകയാണ്. അദ്ദേഹം തന്നെ മുസ്ലിങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് അനധികൃതമായി എന്തൊക്കെയോ ചെയ്തു കൊടുത്തു എന്നും ഒരു മുസ്ലിം വിരുദ്ധമായ രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി തന്നെ ശ്രമിക്കുകയാണ്. പക്ഷെ ഇത് എന്താണ് ഇതിലേക്ക് നയിച്ച കാര്യം? BJP രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് BJP വിചാരിച്ച് ഈ നാട്ടിൽ തങ്ങൾക്ക് അനുകൂലമായ വലിയൊരു ധ്രുവീകരണം നടക്കാൻ പോകുന്നെന്ന് വിചാരിച്ച ആളുകളാണ് സംഘപരിവാർ. പക്ഷെ അത് സാധ്യമായില്ല എന്ന് മാത്രമല്ല, അതിൽ നിന്ന് ഒതുങ്ങി നിൽക്കാതെ കുറെ നാളുകളായി കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരുന്ന പൗരത്വ ബിൽ റംസാൻ വ്രതാനുഷ്ഠാനം തുടങ്ങുന്നതിന്റെ തൊട്ട് തലേ ദിവസം അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു മുസ്ലിം വിരുദ്ധത, ഒരു വർഗീയ ധ്രുവീകരണം ഒക്കെ ഉദ്ദേശിച്ച ആളുകൾക്ക് അത് സാധ്യമാകില്ല എന്ന് വരുമ്പോൾ ഉണ്ടായ പരിഭ്രാന്തിയിലാണ് ഈ പുതിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. കോൺഗ്രസിന്റെ നിലപാടല്ല. ആചാര്യ പ്രമോദിന്റെ പേരിൽ BJP ഇത് വിവാദമാക്കുമ്പോൾ കോൺഗ്രസിന് പറയാനുള്ളത് ഞങ്ങൾ ഒരു മതത്തിനും എതിരല്ല, പക്ഷെ ഒരു വിഭാഗം ആളുകളെ അപരവൽക്കരിക്കാൻ, ശത്രുക്കളായി പ്രഖ്യാപിക്കാൻ, അവർക്ക് നേരെ വിദ്വേഷം പ്രസംഗിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനെ പ്രതിരോധിക്കാനുള്ള വലിയ ബാധ്യതയുണ്ട്. ഈ രാജ്യത്ത് നിർണയിച്ച ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്നത് കോൺഗ്രസ് രൂപപ്പെടുത്തിയതാണ്, അല്ലെങ്കിൽ അത് സംഘപരിവാർ രൂപപ്പെടുത്തിയതല്ല. എന്ന് മാത്രമല്ല, സ്വാമി അഗ്നിവേശ് പറഞ്ഞൊരു വാചകം ഞാൻ ആവർത്തിക്കുകയാണ്. നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ ഇന്ത്യ ഗേറ്റിൽ ഈ രാജ്യത്ത് ഷഹീദുകളായ, രക്തസാക്ഷികളായ 10,000-കണക്കിന് മുസ്ലിങ്ങളുടെ പേരുകൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിന്റെ അടുത്തു പോലും പോയി എന്ന് അവകാശപ്പെടാവുന്ന ഒരു സംഘപരിവാറുകാരന്റെ പേരില്ല. ഈ കോംപ്ലക്സിൽ നിന്നാണ് ഈ പറയുന്ന ദേശീയതയ്ക്ക് വേണ്ടിയുള്ള ഞങ്ങളാണ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന അവകാശവാദങ്ങളും ഈ പറയുന്ന കോൺഗ്രസിനെ ഇന്ത്യ വിരുദ്ധരായും ഹിന്ദു വിരുദ്ധരായും ചിത്രീകരിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. ജനങ്ങൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഒരു വലിയ ഈസി വാക്ക് ഓവർ ആയിരിക്കും ഈ ഇലക്ഷൻ എന്ന് പ്രതീക്ഷിച്ചു പോയ ആളുകൾ ഇപ്പോൾ അതിന്റെ പരിഭ്രാന്തി മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി സ്വാഭാവികമായി ഉത്ഭവിക്കുന്നതാണ് ഈ വിവാദങ്ങൾ എന്ന് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ നേരത്തെ സംസാരിച്ച മാന്യ മഹിള അടക്കമുള്ള ആളുകൾ ഇറ്റാലിയൻ പാരമ്പര്യം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇന്ത്യ അനുവദിച്ച പൗരത്വത്തിലാണ് സോണിയാഗാന്ധിയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും ജീവിക്കുന്നത്. ഈ പറയുന്ന നുസ്രത് ജഹാന്റെ ഔദാര്യത്തിലല്ല. അപ്പോൾ അമ്മാതിരിയുള്ള വർത്തമാനമൊന്നും വേണ്ട. ഒരു ഞങ്ങളുടെ നേതാവിന്റെ അല്ലെങ്കിൽ ഇത്തരം പാരമ്പര്യത്തെ, ജനിതകത്തെ അധിക്ഷേപിക്കുന്നതിന് അതേ രീതിയിൽ മറുപടി പറയാനുള്ള അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞങ്ങളത് ചെയ്യുന്നില്ല. ഇത്തരം വിദ്വേഷ ഭാഷണങ്ങളോട് സംസാരിക്കാനും സംവദിക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അല്ല, ആചാര്യ നിങ്ങളുടെ ക്യാമ്പിലായിരുന്നില്ലേ അഡ്വക്കേറ്റ് അനൂപ്? 32 വർഷം, 3 പതിറ്റാണ്ട് അദ്ദേഹം നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചല്ല. മാത്രമല്ല പ്രിയങ്കയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ് ഈ ആചാര്യ. എന്തിനായിരുന്നു അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? എന്തിനായിരുന്നു? നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഈ രാമജന്മഭൂമി പ്രശ്നത്തിലുള്ള വിയോജിപ്പ്, കോൺഗ്രസ് എടുത്ത നിലപാടിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ആരൊക്കെ പുറത്തുപോയി സാർ? അല്ല സാർ, നിങ്ങൾ നോക്കേണ്ടത് അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലായിരുന്നു, പക്ഷെ ഇന്നല്ലല്ലോ. BJP-യിലായിരുന്ന ഒരാൾ BJP-യിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നതാണോ BJP-യുടെ നിലപാടായി നിങ്ങൾ ചിത്രീകരിക്കേണ്ടത്? അങ്ങനെയാണോ എടുക്കേണ്ടത്? ഇന്നലെ വരെ പാർട്ടിയിലായിരുന്ന ആൾ അവരല്ലേ, പുറത്താക്കപ്പെട്ട ആളുകളല്ലേ, ശത്രുതയോടുകൂടി. അല്ല, BJP-യുടെ നിലപാട് എന്നുള്ള രീതിയിലൊന്നും അല്ലല്ലോ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹം ഒരു സത്യം തുറന്നു പറഞ്ഞു, അദ്ദേഹം സത്യം വെളിപ്പെടുത്തി. അല്ല, അടുത്ത അനുയായികളുടെ ഒരു യോഗത്തിൽ അമേരിക്കയിലുള്ള ഒരാളുടെ ഉപദേശാനുസരണം, സാം പിട്രോഡയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, പരാമർശിക്കുന്നത്, പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഉപദേശാനുസരണം രാഹുൽ അങ്ങനെ ഒരു കാര്യം പ്രഖ്യാപിക്കുന്നു. അപ്പൊ നോക്കൂ അത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് എങ്ങനെ സ്ഥാപിക്കാൻ പറ്റും നിങ്ങൾക്ക്? രാഹുൽ അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല എന്ന് എങ്ങനെ സ്ഥാപിക്കാൻ പറ്റും? ബഹുമാന്യനായ അനിൽ നമ്പ്യാർ, അന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആചാര്യ പ്രമോദ് എന്ന് പറയുന്ന ആൾ
അദ്ദേഹം ഒരു കാര്യം പറഞ്ഞ് അദ്ദേഹമാണ് അതിന്റെ തെളിവ് ഹാജരാക്കേണ്ടത്. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾ തെളിവ് ഹാജരാക്കണം എന്നൊക്കെ പറയുന്നത് എന്ത് ബാലിശമാണ്? ആർക്കാണ് പറഞ്ഞുകൂടാത്തത്? ഇതുപോലൊരു തെരഞ്ഞെടുപ്പിന്റെ കോൺഗ്രസിനെ സംബന്ധിച്ച് ക്രൂഷ്യലായ സന്ദർഭത്തിൽ നരേന്ദ്രമോദിയെ പ്രശംസിച്ച് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ഒരാൾ കോൺഗ്രസിനെ സഹായിക്കുന്ന നിലപാടാണോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ സഹായിക്കുന്ന നിലപാടാണോ സ്വീകരിക്കുക? അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മാത്രം അപ്ലൈ ചെയ്താൽ മതി. അതിന് ഈ പറയുന്ന നിങ്ങൾ തെളിവ് ഹാജരാക്കണം അല്ലെങ്കിൽ വേറെ തെളിവ് ഹാജരാക്കണം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇതൊരു നോൺ ഇഷ്യൂ ആയി ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർ കോൺഗ്രസിനെ പോലും കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിച്ച ആളുകൾ പോലും ആദ്യം വിചാരിച്ചൊരു ആശങ്കയുണ്ട്. ഈ യുപിയിൽ രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ട നിമിഷം മുതൽ ഈ പറയുന്ന രാജ്യം ഏകപക്ഷീയമായി ബി.ജെ.പിയുടെ കൂടെ നിൽക്കുമെന്ന് പ്രചരിപ്പിക്കപ്പെട്ട ആളുകളുണ്ട്. കോൺഗ്രസിന്റെ അഭ്യുദയാകാംക്ഷികൾ പോലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ യുപിയിൽ പോലും ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടെയുള്ള ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ അവിടെ പോലും അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ല. അതിന്റെ പരിഭ്രാന്തിയിൽ നിന്നാണ് ഇത്തരം ചില വിവാദങ്ങൾ ഉണ്ടാകുന്നത്, അന്തരീക്ഷത്തിൽ പുതിയ കാര്യങ്ങൾ ഉയർന്നു വരുന്നത്. നിങ്ങൾ വിചാരിച്ച പോലെ, നിങ്ങൾ ഡിസൈൻ ചെയ്ത പോലെ, നിങ്ങൾ സങ്കല്പിച്ച പോലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇവിടെ രാമക്ഷേത്രം അങ്ങ് നിർമ്മിക്കപ്പെട്ടാൽ നരേന്ദ്രമോദി, ബി.ജെ.പി, സംഘപരിവാരം ഇലക്ഷനിൽ നിന്ന് നിൽക്കേണ്ട താമസം ഈ രാജ്യം മൊത്തം ഏകോപിതമായി ഞങ്ങളുടെ അജണ്ടയുടെ കീഴിൽ നിൽക്കുമെന്ന് വിചാരിച്ച ആളുകൾക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്. അപ്പോൾ നോട്ട് ഇഷ്യൂ ആയ ഒരു വിഷയത്തെ വീണ്ടും ഇഷ്യൂ ആക്കാനുള്ള പരിശ്രമമാണ് ഈ ആചാര്യ പ്രമോദ് പോലുള്ള ആളുകളിലൂടെ RSS നിർവഹിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് എന്താണുള്ളത്? ഈ പറയുന്ന ഹിന്ദു വിരുദ്ധ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വേറെ തരത്തിലുള്ള ഏകീകരണം അത് RSS ബി.ജെ.പി ശ്രമിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഇത് ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. യുപിയിൽ പോലും നിങ്ങൾക്ക് അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം. അദ്ദേഹം അതുകൊണ്ട് ഇപ്പോൾ പറയുന്നത് എന്താ? നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി പല ആളുകൾ ഇരുന്നിട്ടുണ്ടല്ലോ. നമുക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ള പല ആളുകളും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുണ്ട്. പക്ഷെ അവരാരും പറയാൻ ധൈര്യപ്പെടാത്ത തരത്തിൽ അദ്ദേഹം പറയാണ് ദക്ഷിണേന്ത്യ പുതിയ രാജ്യമാക്കും, മുസ്ലിങ്ങളെ കൊണ്ടുവരും, ഞങ്ങൾ തോറ്റാൽ സന്തോഷിക്കുക പാകിസ്ഥാനാണ്. ഇന്ന് വരെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു തിരഞ്ഞെടുപ്പിൽ സംസാരിക്കുമ്പോൾ, ഒരു തിരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങൾ ജയിച്ചാൽ സന്തോഷിക്കുക പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കേൾക്കാത്ത രീതിയിൽ A.B. വാജ്പേയി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. അദ്ദേഹം സംഘപരിവാറുകാരനാണ്, ഒരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ നയ നിലപാടുകളെ ഞങ്ങൾ നഖശിഖാന്ത് എതിർക്കുന്ന ആളുകളാണ്. പക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയാണെന്ന്. പക്ഷെ ഇദ്ദേഹം പ്രധാനമന്ത്രി പദവിയുടെ മാന്യത പോലും മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ആര് ജയിക്കണമെന്ന് നിർണ്ണയിക്കുന്നത് പാകിസ്ഥാനാണോ? പാകിസ്ഥാൻ ഇവിടേക്ക് കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? വളരെ കൃത്യമല്ല അജണ്ട. പാകിസ്ഥാനിലെ ആളുകളാണ് കോൺഗ്രസിന്റെ ജയത്തിൽ സന്തോഷിക്കുക അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ RSSന്റെ തോൽവിയിൽ സന്തോഷിക്കാൻ പോകുന്നത് അവരാണെന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ രാജ്യദ്രോഹകരമായ പ്രസ്താവന നടത്തുന്നത് ഇവിടെ പ്രധാനമന്ത്രിയാണ്, നരേന്ദ്രമോദിയാണ്, RSS ആണ്. നാളിതുവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലേക്ക് വലിയ തോതിലുള്ള ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഞാൻ ആവർത്തിച്ച് അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, ഈ രാജ്യത്തെ ജനങ്ങൾ ഇത്തരം അജണ്ടയിൽ വീഴുകയില്ല. ഇന്ത്യ ഷൈൻസ് മുദ്രാവാക്യം ഇറക്കിയ A.B. വാജ്പേയിയെ പോലൊരു വലിയ നേതാവിന് പോലും അഭിമുഖീകരിക്കേണ്ടി വന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. നരേന്ദ്രമോദിയുടെയും വിധി മറ്റൊന്നാകാൻ ഇടയില്ല എന്നുള്ളതാണ് സത്യം. യുവരാജ്. ഇല്ല ശ്രീ അനൂപേ, താങ്കൾ വളരെ പക്വതയോടുകൂടി ചർച്ചകളിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ താങ്കളെ ഇതുവരെയും കണ്ടിട്ടുള്ളത്. പക്ഷെ താങ്കൾ ഈ വാട്സാപ്പ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ചർച്ചകളിൽ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. കാരണം എന്താണ്, ഇന്ത്യ ഗേറ്റിൽ ഈ പറയുന്ന 10,000-കണക്കിന് മുസ്ലിം രക്തസാക്ഷികളുടെ പേര് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. താങ്കൾക്ക് അതിൻ്റെ ചരിത്രം അറിയാത്തത് കൊണ്ടാണോ, താങ്കൾ എവിടുന്നെങ്കിലും വായിച്ചതിനോടോ ഒന്ന് പറയുകയാണോ എന്ന് എനിക്കറിയില്ല. അവിടെ എഴുതി വെച്ചിരിക്കുന്ന പേരുകൾ 1914 മുതൽ 19 വരെ നടന്ന 1-ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സൈനികരുടെ പേരുകളാണ്. ആ സൈനികരുടെ പേരുകളിൽ മുസ്ലിം പേരുകളാണ് കൂടുതൽ. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് താങ്കൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താങ്കൾ സാക്ഷാൽ B.R. അംബേദ്കറുടെ പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു പുസ്തകം എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ താങ്കൾക്ക് മനസ്സിലാവും. കാരണം 1857 1-ാം സ്വാതന്ത്ര്യ സമരം കഴിയുന്നതിന് ശേഷം ഹിന്ദുക്കളെ വിശ്വാസമില്ലാതെ വന്ന ബ്രിട്ടീഷുകാർ സൈന്യത്തിലേക്ക് കൂടുതലായിട്ട് മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാരെ തിരികെ കയറ്റിയെന്നും നാളെ ഈ ഒരു രാജ്യം വിഭജിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് വലിയൊരു തലവേദനയായി മാറും, നമുക്ക് സൈനിക
സൈനികരെ ലഭിക്കാത്ത അവസ്ഥ വരുമെന്നും അംബേദ്കർ ആശങ്കപ്പെടുന്നത് താങ്കൾക്ക് ആ പുസ്തകത്തിനകത്ത് തന്നെ വായിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അവിടെ മുസ്ലിം പേരുകൾ കൂടുതൽ വന്നിരിക്കുന്നത്. അല്ലാണ്ട് അവിടെ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ പേരുകളല്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം താങ്കൾ ആവർത്തിച്ച് പറയുകയാണ്, നരേന്ദ്രമോദിയെ പുകഴ്ത്തിയതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ പുറത്താക്കി. നരേന്ദ്രമോദിയെ പുകഴ്ത്തിയതിൻ്റെ പേരിലല്ല. ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയിനകത്ത് ഈ ആചാര്യ പ്രമോദ് കൃഷ്ണത്തിനെ എന്തിനാണ് പാർട്ടി പുറത്താക്കിയെന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ് എക്സ്പെൽഡ് ആചാര്യ പ്രമോദ് കൃഷ്ണൻ ഫ്രം പാർട്ടി ഫോർ ഇൻഡിസിപ്ലിൻ ആൻഡ് ആന്റി പാർട്ടി ആക്ടിവിറ്റീസ് ഡേയ്സ് ആഫ്റ്റർ ഹി ക്രിട്ടിസൈസ്ഡ് പാർട്ടി ലീഡർഷിപ്പ് ഫോർ സ്കിപ്പിംഗ് രാം ലല്ലാസ് കോൺസിക്രേഷൻ സെറിമണി ഇൻ അയോധ്യ ആൻഡ് ടേംഡ് ദ ഡിസിഷൻ ആസ് ആന്റി ഹിന്ദു. കോൺഗ്രസിന്റെ ഡിസിഷൻ ആന്റി ഹിന്ദു ഡിസിഷൻ ആണെന്നും അവിടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മാറി നിന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കിയെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത കിടക്കുന്നത്. ഞാൻ ഈ നോക്കിയ വാർത്തകളിൽ മുഴുവനും ഇദ്ദേഹത്തെ പുറത്താക്കിയതിന്റെ റീസൺ ആയിട്ട് ഇതാണ് കാണുന്നത്. ഇനി ഇദ്ദേഹം ഇതിന്റെ കൂട്ടത്തിൽ നരേന്ദ്രമോദിജിയെ പുകഴ്ത്തിയോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ താങ്കൾ BJP ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് എന്ന് പറഞ്ഞു. കോൺഗ്രസ് എന്താണ് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? കോൺഗ്രസ് മുസ്ലിം വിരുദ്ധ പാർട്ടിയാണോ മുസ്ലിം അനുകൂല പാർട്ടിയാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം മുത്തലാഖിൻ്റെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽ ഒരു 50% സ്ത്രീകൾ 50% പുരുഷന്മാരുമാണല്ലോ. ഈ മുത്തലാഖ് വിഷയത്തിൽ കോൺഗ്രസ് എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾ മുസ്ലിം സ്ത്രീയുടെ കൂടെയാണോ നിൽക്കുന്നത്, അതോ നിങ്ങൾ മുസ്ലിം പുരുഷൻ്റെ കൂടെയാണോ നിൽക്കുന്നത്? നിങ്ങൾ നിൽക്കുന്നത് മുസ്ലിം പുരുഷൻ്റെ കൂടെയാണ്. അപ്പോൾ നിങ്ങൾ മുസ്ലിം സ്ത്രീ വിരുദ്ധ പാർട്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഞങ്ങൾ ആ വിഷയത്തിൽ നിൽക്കുന്നത് മുസ്ലിം സ്ത്രീയുടെ കൂടെയാണ്. യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ നിൽക്കുന്നത് മുസ്ലിം സ്ത്രീകളുടെ കൂടെയാണ്, അല്ലെങ്കിൽ ന്യായത്തിൻ്റെ കൂടെയാണ്. മുസ്ലിം സ്ത്രീകളുടെ കൂടെയാണെന്നല്ല, ന്യായത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. നിങ്ങൾ നിൽക്കുന്നത് മുസ്ലിം സ്ത്രീ വിരുദ്ധ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മുസ്ലിങ്ങളോട് നീതി പുലർത്തുന്ന പാർട്ടിയാണ്? നിങ്ങൾക്ക് അവിടെ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള പുരുഷന്മാരുടെ കൂടെ മാത്രം നിൽക്കുക എന്ന് പറയുന്ന നിലപാടാണ് നിങ്ങളുടേത്. അല്ലാതെ നിങ്ങളുടേത് അവിടെ മനുഷ്യപരമായ നിലപാടൊന്നും അല്ല. CAA എന്ന് പറയുന്ന മുസ്ലിം വിരുദ്ധ ബില്ല് പാസ്സാക്കി. CAA ഒരു മുസ്ലിം വിരുദ്ധ ബില്ലല്ല. CAA ഒരു പാകിസ്ഥാൻ വിരുദ്ധ ബില്ലാണ്. അല്ലെങ്കിൽ CAA ഒരു ഈ പറയുന്ന ടെററിസ്റ്റുകളായിട്ടുള്ള ബംഗ്ലാദേശി മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ബില്ലാണ്. അല്ലാണ്ട് ഇന്ത്യയിലുള്ള ഒരു മുസ്ലിങ്ങൾക്കും എതിരായിട്ടുള്ളൊരു ബില്ലല്ല. കാരണം അവിടെ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ നമ്മൾ സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ കുറച്ച് സിറ്റിസൺഷിപ്പ് കൊടുക്കാനല്ല, സിറ്റിസൺഷിപ്പിൽ കുറച്ച് ഇളവുകൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇത് കാലാകാലങ്ങളായിട്ട് നെഹ്റു ലിയാഖത്ത് പാക്ട് പൊളിയുന്ന സ്ഥലം മുതൽ ഇത് നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. ഇത് താങ്കൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാകാത്തതല്ല എന്ന് എനിക്കറിയാം. 2002 പാർലമെന്റിനകത്ത് മൻമോഹൻ സിംഗ് പ്രസംഗിച്ചിട്ടുള്ളൊരു പ്രസംഗമുണ്ട്. ഇന്നും അത് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. താങ്കൾ അതൊന്ന് എടുത്തു വെച്ച് വായിച്ചു നോക്കണമെന്ന് മാത്രമാണ് എനിക്ക് താങ്കളോട് ആ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ താങ്കൾ ഇവിടെ വലിയ പ്രസംഗം നടത്തി കേന്ദ്രത്തിൽ BJP തോക്കാൻ പോവുകയാണ്, ഈ BJP UP-യിൽ അധികം ഒലിച്ചു പോകാൻ പോവുകയാണ്, അതെ കനത്ത തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നത് എന്നൊക്കെയാണ് താങ്കൾ പറയുന്നത്. അതിനുമുമ്പ് ജൂൺ 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷത്തിലെ അതേ കാര്യം തന്നെയാണ് ആവർത്തിക്കുവാൻ പോകുന്നത്. നിങ്ങൾക്കൊരു പ്രതിപക്ഷ നേതാവിനെ പോലും ഈ രാജ്യത്ത് ലഭിക്കുവാൻ പോകുന്നില്ല. അതാണ് ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം. പിന്നെ നരേന്ദ്രമോദിജി ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളെടുത്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ മുന്നോട്ട് വയ്ക്കുന്നത് വളരെ സിമ്പിളാണ്. മറ്റൊന്നുമല്ല, കോൺഗ്രസിൻ്റെ ഹോളോനെസ്സിനെ അദ്ദേഹം തുറന്നു കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കോൺഗ്രസ് ഇവിടെ ഒരു കാസ്റ്റ് സെൻസസ് ആൻഡ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു പോളിസി എടുത്ത് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഈ പോളിസിയുടെ ഹോളോനെസ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. ഈ പ്രധാനപ്പെട്ട കാര്യത്തിനകത്ത് നിങ്ങൾക്കൊരു നയമുണ്ടോ? രാഹുൽ ഗാന്ധി പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജാതിക്കാണ് ഏറ്റവും കൂടുതൽ സ്വത്തിൻ്റെ അവകാശം എന്നാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഈ ജാതിയെ വലിച്ചിട്ടത് ആരാണ്? BJP ആണോ? അല്ല, കോൺഗ്രസ് ആണ് വലിച്ചിട്ടത്. കാരണം ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജാതി ആർക്കാണോ അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്വത്തിന് അവകാശം. രണ്ടാമത്തെ വലിയ ജാതിയാണോ ഏതാണോ ആ ജാതിക്കാണ് അടുത്ത പങ്കിൻ്റെ അവകാശം. ഇത് ഞാൻ പറഞ്ഞതല്ല, രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞാണ്. മൈനോറിറ്റീസിനാണ് ഇവിടെ അവകാശം, മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ് അവകാശം. ഈ രീതിയിലേക്ക് ഈ സാധനത്തിനെ കൊണ്ടുവന്നിരിക്കുന്ന ആരാണ്? ഇതിനകത്തേക്ക് ജാതിയും മതത്തിനെയും കൃത്യമായിട്ട് വലിച്ചിട്ടത് ആരാണ്? രാഹുൽ ഗാന്ധിയാണ് വലിച്ചിട്ടത്, കോൺഗ്രസ് ആണ് വലിച്ചിട്ടത്. ഇത് തുറന്ന് കാണിക്കപ്പെടുമ്പോൾ നിങ്ങൾ കയ്യും കാലും അടിച്ചിട്ട് കാര്യമില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിജി അത് എടുത്തിട്ടതോടുകൂടി തന്നെ അതിൻ്റെ പുറത്ത് ചർച്ചകൾ നടക്കാൻ തുടങ്ങി.
ഈ ചർച്ച തുടങ്ങുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ഇവർ നടപ്പിലാക്കാൻ പോകുന്നത്. ഓരോ വ്യക്തിയുടെയും ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ള കാര്യം ഇവിടെ സെൻസസ് എടുക്കും, സ്കാൻ ചെയ്യപ്പെടും. ഈ രാജ്യം മുഴുവൻ സ്കാൻ ചെയ്യപ്പെടും. ഇപ്പൊ എൻ്റെ കയ്യിൽ, അനൂപിന്റെ കയ്യിൽ, അനിൽ നമ്പ്യാരുടെ കയ്യിൽ, നുസ്രത് ജഹാന്റെ കയ്യിൽ, ഈ ഓരോരുത്തരുടെ കയ്യിലും ഇരിക്കുന്ന വെൽത്ത് മുഴുവൻ സ്കാൻ ചെയ്തിട്ട് ഇത് മുഴുവൻ രാജ്യം അങ്ങ് എടുക്കും. അതിനുശേഷം ജാതി അടിസ്ഥാനത്തിൽ ഇത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്ത് മണ്ടനാശയമാണ് അനൂപേ ഇത് ചർച്ച ചെയ്യപ്പെടണ്ടേ? ഇത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഈ സാധനം വന്നിട്ട് ആരും ചർച്ച ചെയ്തില്ല, ആരും തിരിഞ്ഞു നോക്കിയില്ല. എന്തുകൊണ്ടാണ്? കോൺഗ്രസ് പ്രകടന പത്രികയിൽ എന്ത് പറഞ്ഞാൽ എന്താ എന്നായിരുന്നു ആൾക്കാരുടെ ധാരണ. പക്ഷേ നരേന്ദ്രമോദിജിക്ക് അതിനകത്ത് കൃത്യമായിട്ട് അടിക്കാനുള്ള വടി കയ്യിൽ കിട്ടി എന്നുള്ള കാര്യം ബോധ്യം വന്നു. അദ്ദേഹം കൃത്യമായിട്ട് അതെടുത്ത് ഉപയോഗിച്ചു. അദ്ദേഹം ആ വടിയെടുത്ത് അടിക്കാൻ തുടങ്ങിയപ്പോൾ കോൺഗ്രസിന്റെ നിലവിളിയും ഒളിച്ചോട്ടവും ബഹളമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ നരേന്ദ്രമോദിജിയെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നത് നിങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അനൂപേ, AK ആന്റണി എന്ന് പറയുന്ന നിങ്ങളുടെ പഴയ മുഖ്യമന്ത്രി കേരളത്തിൽ രാജിവെക്കാനുണ്ടായ സാഹചര്യം എന്താണ് ഒന്ന് പറഞ്ഞുതരാമോ? നിങ്ങൾ ന്യൂനപക്ഷ പ്രീണനം ഒന്നും നടത്താത്ത ഒരു സംഘടനയാണെന്നുണ്ടെങ്കിൽ AK ആന്റണി എന്തുകൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നത്? അദ്ദേഹത്തിന് പോലും തുറന്നു പറയേണ്ടി വന്നില്ലേ ഇവിടെ ഈ പറയുന്ന സംഘടിത ന്യൂനപക്ഷങ്ങൾ അവരുടെ സംഘടിത ബലം ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കുന്നു എന്ന്? അതിന്റെ പേരിലല്ലേ അദ്ദേഹത്തിന് രാജിവെച്ച് ഇവിടെ ഓടേണ്ടി വന്നത്? അദ്ദേഹത്തെ രാജിവെപ്പിച്ച് ഇവിടെ ഓടിപ്പിച്ചത് മുസ്ലിം ലീഗ് തന്നെയല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങൾ പ്രീണനം നടത്താത്ത പാർട്ടിയാണ്, സംഘടനയാണെന്നൊന്നും ദയവ് ഇത് പറയരുത്. നിങ്ങളോടുള്ളൊരു അപേക്ഷയാണ്. യെസ്